കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളം തൃക്കാക്കരയിൽ ഒരു പയ്യൻ സൂയിസൈഡ് ചെയ്ത കഥ നിങ്ങൾക്കറിയാം. കാരണം സ്വന്തം മാതാവ് തന്നെയാണ് അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അത് പുറത്തുവിട്ടത്. കാരണം എന്താണെന്നറിയണ്ടേ, റാക്കിംഗ്. ഇപ്പൊ ഇതാ കോട്ടയത്ത് ഒരു റാക്കിംഗ്, കൊടും ക്രൂരത. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും. ഈ സീനിയേഴ്സിന് ഒരു തോന്നലുണ്ട് ജൂനിയേഴ്സിനെ കാണുമ്പോൾ ഇവരെ അടിമകളാണെന്നുള്ളത്. ഇവനെ അതിലൊരു നായിന്റെ മോനെ ഈ കുട്ടീനെ ചെയ്യണ സമയത്ത് ഞാൻ ഇവനെ വട്ടത്തിലിട്ട് വരക്കുകയാണ്. എന്നിട്ട് ഹട്ടഹാസിട്ട് ഒരു ചിരി. എനിക്ക് പറയാനുള്ളത്, ഇതിനേക്കാളും ക്രൂരത തിരിച്ചു കാണിക്കണം. അറസ്റ്റിലൊന്നും ഒരു കാര്യമില്ല. നിയമത്തിനൊരു പരിധിയുണ്ട്. കലാലയങ്ങളിൽ പൊളിറ്റിക്സ് അത് നിരോധിക്കണം. അതുപോലെ തന്നെ ഈ റാഗിങ് നടക്കുന്ന സ്ഥാപനത്തിലെ മാനേജ്മെന്റിനെ എടുത്തിട്ട് കൈകാര്യം ചെയ്യണം. അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല. ഇനി ഇതുപോലെ തന്നെ പല കോളേജിലും ക്രൂരത അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ പേടിയാണ് പുറത്തു പറയാനുള്ള. ഓരോ മാതാപിതാക്കൾ എത്ര പ്രതീക്ഷയോടെയാണ് ഇവർ കോളേജിലേക്ക് ഇവർ അയക്കുന്നത്, എന്നിട്ട് അവിടെ പോയി കാട്ടിക്കൂട്ടുന്നതും. ഇവരെയൊക്കെ കൊണ്ടു നടന്ന് സമയനഷ്ടവും പണം നഷ്ടം വരുത്താതെ ശിക്ഷിക്കണം. ഇന്നും സിദ്ധാർത്ഥ് തോരാത്ത കണ്ണീരായിട്ട് അവശേഷിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. ജീവൻ വേണമെങ്കിൽ കേരളം വിട്ടു പോകേണ്ട അവസ്ഥയിലേക്കാണ്.